നോക്കിക്കേ മുകളിലോട്ട്. നിങ്ങൾക്കാണ് പാട്, വെള്ളമൊക്കെ ആയിട്ടല്ലേ നിങ്ങൾ കയറിയത്. അയ്യേട്ടാ. അപ്പം നമ്മൾ ഏകദേശം താഴെ എത്താറായി. ഇതാണ് കുടുക്കത്ത് പാറ. ഇവിടെ നമുക്ക് കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ സൂക്ഷിച്ചിറങ്ങണേ, കേട്ടില്ല. പറഞ്ഞ് തീരും മുന്നേ ഞാൻ നോക്കിയപ്പോൾ കപ്പടിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നതേ കൊല്ലം ജില്ലയിലെ അഞ്ചലിനടുത്തായിട്ടുള്ള ആനക്കുളത്താണ്. ഇന്ന് നമുക്ക് കുടുക്കത്ത് പാറ കാണാം. അപ്പോൾ ഇതാണ് കുടുക്കത്ത് പാറയുടെ എൻട്രൻസ്. ഇവിടുന്ന് കുറച്ച് അകത്തേക്ക് നടക്കുമ്പോൾ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാം. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് പോകാൻ. ഉള്ളിലേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട്. ആദ്യം നമുക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ മുതിർന്നവർക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ 15 വയസ്സിന് താഴോട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് 10 രൂപയാണ്. പോടാ പോകൂലേ. വേരും കല്ലും നിറഞ്ഞ വഴിയാണ്. കാറൊക്കെ കൊണ്ടുവരുന്നത് നല്ല റിസ്ക്കാണ്. ബൈക്കിലൊക്കെ ആണെങ്കിൽ കയറി പോവാം. മഴയുണ്ട് ഗൈസ്, മഴ മഴ മഴ. ഒരു തവണ കയറാൻ പറ്റും. ഗൈസ്, നമ്മൾ മല കയറ്റം തുടങ്ങി കേട്ടോ. അപ്പം മൊത്തം നമ്മൾ കയറി പറ്റുള്ളൂ. അത്യാവശ്യം ഒരു ചെറിയ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കേ നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കിവിടെ വന്നപ്പോഴത്തേക്ക് ഇതേപോലെ തിരക്കൊന്നുമില്ലായിരുന്നു, അധികം ആളൊന്നുമില്ലായിരുന്നു. നല്ല സ്വാതന്ത്ര്യത്തോടെ നമുക്ക് എല്ലായിടം കയറിപ്പോയി വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. നമ്മൾ അന്ന് വന്ന ഒരു അന്തരീക്ഷം അല്ല ഇന്ന് കേട്ടോ. മോനെ അടിപൊളി കോട കയറി കിടക്കുക. എന്താ ഒരു ഭംഗി നോക്കിയാണ്. അന്ന് നമ്മൾ വന്നപ്പോഴത്തേക്ക് നല്ല വെയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ വന്നപ്പം ക്ലൈമറ്റ് ആകെ മാറി, സെറ്റ്, നല്ല വൈബ്. കുടുക്കത്ത് പാറയ്ക്ക് വരാൻ പറ്റിയ ക്ലൈമറ്റാണ്. നോക്കിക്കേ മുകളിലോട്ട്. ഇവിടെ കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്ത് ചണ്ണപ്പേട്ടയ്ക്ക് അടുത്തായിട്ടാണ് ഈ കുടുക്കത്ത് പാറ സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും നല്ല കീട്ടിലെ ഒരു സ്ഥലം. പക്ഷേ ചെറിയൊരു മഴയൊക്കെ വേണം, എങ്കിൽ മാത്രമേ ഈ ഒരു കോടയും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ അത്യാവശ്യം സ്റ്റെപ്പ് കയറാനുള്ള ഒരു മനസ്സും വേണം, അല്ലെങ്കിൽ പറ്റത്തില്ല. എന്തുവാടാ ഗോകുലേ, എന്തുവാ എന്തുവാ? പക്ഷേ മണ്ടയിൽ നല്ല മഞ്ഞുണ്ടോ? അത്യാവശ്യം ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതൊക്കെ കയറി വലിഞ്ഞു പിടിച്ച് കയറണം കേട്ടോ. എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അല്ലാതുള്ളൊരു ദിവസമാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ പിള്ളേരായിരിക്കും കൂടുതലും. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടെന്ന്. നമ്മൾ കയറി വന്ന വഴിയുണ്ടോ, നല്ല താഴ്ചയുണ്ട്. ഫുള്ള് മഞ്ഞ് കയറി കിടക്കുകയാണല്ലോ. സംഭവം സെറ്റാണ്.
ഗോകുൽ സാറ് ഒറ്റയാനും കൂടെ ഭയങ്കര ചർച്ച. വെള്ളം കുടിക്കുന്നതിനെ പറ്റിയാ. ഈ സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്കേ ഈ പറഞ്ഞ കണക്കൊന്നുമല്ല, രണ്ടെണ്ണത്തിനെ കിളി പോയി. നിങ്ങളുടെ രണ്ടിൻ്റെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനൊക്കെയാണ്. നിങ്ങൾക്കാണ് പാട്. വെള്ളമൊക്കെ ആയിട്ടല്ലേ നിങ്ങൾ കയറിയത്. അയ്യേട്ടാ, നമ്മളിങ്ങനെ മുകളിലെത്തിയപ്പോഴത്തേക്ക് കോടയൊന്നുമില്ല. അന്നെങ്കിൽ അങ്ങോട്ട് വിട്ടു. നമ്മൾ ആ കയറി വന്ന സ്ഥലത്തൊക്കെ നല്ല കോടയായിരുന്നു, കാണാൻ നല്ല ഭംഗി. കാര്യം എന്ന് വെച്ചാൽ ആ മരങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ മുകളിലെത്തിയപ്പം കോടയില്ല, ഒന്നുമില്ല. ഇവിടെ ഒരുപാട് വ്യൂ പോയിൻ്റുകളുണ്ട്. ഇതിലൊരു വ്യൂ പോയിൻ്റാണത്. പോയി നോക്കാം. പോവാടാ ബാ, അപ്പുറത്തോട്ട് പോവാം. ഇത് വെള്ളം എടുത്ത് അത് ഇടരുത്. പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് അവിടെ എവിടെയൊക്കെ ഇതേപോലെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാ പോവാം. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ വന്ന് വീണ്ടും റൈറ്റ് കയറി കഴിഞ്ഞാൽ, ഇത് നമ്മൾ വന്ന വഴി, ഇത് റൈറ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ടുള്ള പാറയുടെ അങ്ങോട്ടാണ് പോകുന്നത്, കുടുക്കത്തെ പാറയിലോട്ട്. വഴിയൊക്കെ സെറ്റാണ്, നല്ല കാട് പിടിച്ച് കിടക്കുന്നത്. അവിടെ കുരങ്ങന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതെ നമ്മളെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ ഗോകുല് മാത്രമേ ഉള്ളൂ. കൊല്ലം ജില്ലയിലെ ഗുണാക്കേവാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലൊരു മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സെറ്റായിരിക്കും. അല്ലേടാ ഗോകുലേ? അതിനെ പോവാം. പോട്ടെ. കരിഞ്ചെള്ളുണ്ടോ? കരിഞ്ചെള്ള് ഉണ്ടേ. നീ ആദ്യം അതിനകത്ത് ഇങ്ങനെ ചുരണ്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് സംഭവം എന്നാണെന്ന് തോന്നി. അപ്പോഴാണ് സംഭവം ഇതിരുന്ന് അനങ്ങുന്നുണ്ട് കേട്ടോ. കരിഞ്ചെള്ള് പോ പൊഴിഞ്ഞ് വീഴുന്ന കേട്ടോ. ശരിക്കുണ്ട്, ഇത് മൊത്തം അതാ കരിഞ്ചെള്ള്. പോട്ട് അടിയിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. പോവാ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ പാറയുടെ അടുത്തെത്തി. നമ്മൾ ടോപ്പിലെത്തി. കഴിഞ്ഞ നമ്മൾ വന്നപ്പോഴത്തെ ഈ സംഭവമൊന്നും ഇല്ലായിരുന്നു അല്ലേ? ഇതൊക്കെ ഇപ്പം വന്നതാണ്. വേണ്ട, ഈ കാണുന്നതാണ് നമ്മുടെ കുടുക്കത്ത് പാറ. ഇതാണ് നമ്മൾ ആ റോഡിൽ നിന്ന് വരുമ്പോൾ കാണുന്നത്. ഗോകുല് പേടിച്ച് ഇറങ്ങുന്നു. നമ്മളെ ആ നേരത്തെ കണ്ടില്ലായിരുന്നു? നേരത്തെ നമ്മൾ കയറി വന്നപ്പോഴത്തേക്ക് കുറേ കരിഞ്ചെല്ലുണ്ടല്ലേ, അതേപോലെ ഇവിടെയുണ്ട്. കറുത്ത കളറ് മുഴുവൻ കരിഞ്ചെള്ള. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പാറ, ഇതാണ് കുടുക്കത്ത് പാറ. ഇവിടെ നമുക്ക് കയറാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടെ നിന്നത് കാണാനേ പറ്റത്തുള്ളൂ. അത്യാവശ്യം നല്ല കോടയൊക്കെ ഉണ്ട്, പക്ഷേ ഈ മുകളിലോട്ട് അങ്ങനെ കോട വരത്തില്ല. ആ ഒരു നമ്മൾ ആ കയറി വരുന്ന ഭാഗത്ത് മാത്രമേ ആ കോടയും സംഭവങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ അത് നല്ല വൈബാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാടും ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അത് നമ്മളത് പറയുന്നതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചറിയണം. അപ്പോൾ നമ്മൾ മുമ്പ് വന്നപ്പോഴത്തേക്കേ അവിടെ അങ്ങനെ ഒരു കെട്ടിടമൊന്നുമില്ലായിരുന്നു. ഇപ്പം അങ്ങനെ സംഭവമൊക്കെ. ഈ ഒരു 3 പാറകളാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ആ കരിഞ്ചെല്ലുണ്ടോ ഏറ്റവും ടോപ്പിലിരിക്കുന്നത്, അതാണ് നമ്മുടെ മെയിൻ പാറ.
മെയിൻ വ്യൂ പോയിന്റ് ഇതാ കേട്ടോ, ഒറ്റയാൻസഞ്ചാരി. അത് പോണ് കോട കയറി ഗൈസ്. ഇങ്ങനെയുണ്ട്. ഇതാണ് നമ്മുടെ കുടുക്കത്ത് പാറ. ഒറ്റയാൻ സഞ്ചാരി പറ്റിച്ചു ഗൈസ്. സകല പണിയും കാണിക്കും. ഞാൻ ഇവനെ എവിടെയൊക്കെ വിളിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം സെറ്റപ്പ് ആയിരുന്നു. കിടുവായിരുന്നു. ആ കിടുവായിരുന്നു. ആണല്ലോ, നമുക്കറിയാം കൊക്കത്ര കുളം കണ്ടതാ. അതെ അതെ. അപ്പൊ നിങ്ങൾ കൊക്കാണോ? എൻ്റെ അടുത്ത് എല്ലാവരും പറയേ നിങ്ങൾ ചിരി ഭയങ്കര രസമാണോ. സത്യം ഒന്ന് അതേപോലെ ചിരിക്കുമോ? എപ്പോഴും വരില്ല, മാസ്റ്റർ പീസാ തന്നെയല്ലേ. നിങ്ങൾക്ക് പറ്റിയൊരു കമ്പനിയാണ് ഈ കൂടെ ഇരിക്കുന്നത്. താഴത്തെ മൊത്തം കടയിൽ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് സാധനം മേടിച്ചിട്ടുണ്ടെന്നാണ് ഈ പ്ലാസ്റ്റിക് സാധനം ഉണ്ടല്ലോ, അത് തിരിച്ച് താഴെ കൊണ്ടുപോയിട്ട് അവരുടെ ബാസ്ക്കറ്റ് ഉണ്ട് അവിടെ ഇടണം കേട്ടോ. ഇവിടെ ഒന്ന് ഇട്ട് നാശമാക്കിയിട്ട് പോവല്ലേ. എനിക്ക് എത്ര പറയാം. 5:45. അപ്പോൾ നമ്മളിനി പോവുകയാണ്. കുടുക്കത്ത് പാറയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അവിടെ നോക്കിയാൽ കുടുക്കത്ത് പാറയുടെ അപ്പുറ സൈഡ് കാണാം. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമുക്ക് പോകാം. ഞങ്ങൾ വന്ന ആ ഭാഗമാണ് കാണുന്നത്. ഞങ്ങൾ വന്നത് അവിടെ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് കുടുക്കത്ത് പാറയുടെ നല്ലൊരു വ്യൂ ആണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാവരും പോയി. അപ്പം ഇവിടുന്ന് ലാസ്റ്റ് ഇറങ്ങുന്ന നമ്മളാണ്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഗൈസ്. നമ്മുടെ അത് തന്നെ, അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഒറ്റയാൻ സഞ്ചാരി വീണ് കപ്പടിച്ചിട്ട് നിൽക്കുക കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഒരു പടപട സൗണ്ട് കേട്ടോ കേട്ടോ. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഒറ്റയും കപ്പടിച്ച് കിടക്കും. ഈ നമ്മൾ മുകളിൽ കയറിയപ്പോഴത്തേക്ക് കോടമഞ്ഞ് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിനേക്കാളും ഭംഗിയെന്ന് പറയുന്നത് നമ്മൾ ഈ കയറി വരുന്ന വഴിയാണ്. കാണാണ്ടോ, കയറി വരുന്ന വഴി ഈ ഒരു ഭാഗത്താണ് മഞ്ഞ് മൂടി കിടക്കുന്നത്. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം താഴെ എത്താറായി. ഇനി കുറച്ച് സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ.